പഠിക്കുന്നു. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് പ്രകൃതിയുടെ സമ്മാനം. ഇത് എഴുതിയത് റൂബിൻ ഡിക്രൂസ്. ഇത് ഒരു തൂക്കണാംകുരുവിയുടെയും ആനക്കുട്ടിയുടെയും കഥയാണ്. അതിൽ അവർ നല്ല സുഹൃത്തുക്കളാണ്. ഒരു ദിവസം ആനക്കുട്ടിയുടെ ആഗ്രഹം തൂക്കണാംകുരുവിയോട് പറഞ്ഞു. ആനക്കുട്ടി പറഞ്ഞത് തൂക്കണാംകുരുവിയുടെ പോലെ ആനക്കുട്ടിക്കും പറക്കണം എന്നാണ്. തൂക്കണാംകുരുവി അത് വിട്ടുകൊടുത്തില്ല. തൂക്കണാംകുരുവിയുടെ പക്ഷിക്കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് കുറച്ച് ചിറകുകൾ ചോദിച്ചു. അവർ അത് കൊടുത്തു. ആനക്കുട്ടിക്ക് അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് വലിയൊരു കൂമ്പാരമായി മാറി. കുറച്ചു സമയത്തിനകം അവർക്കത് വെച്ച് പൂർത്തിയാക്കാൻ പറ്റി. പിന്നെ അവർ ഒരു കുന്നിന്റെ മുകളിലേക്ക് പോയി. അവിടെ നിന്ന് ചാടിപ്പറക്കാനാണ് തൂക്കണാംകുരുവി പറഞ്ഞത്. ആനക്കുട്ടി അങ്ങനെ ചെയ്തപ്പോൾ ഉരുണ്ടുരുണ്ട് വീണു. പിന്നെയും അവർ ശ്രമിച്ചു. അപ്പോൾ വലിയൊരു മരത്തിന്റെ ഇടയിലേക്ക് ആനക്കുട്ടി വീണു. വലിയ മുറിവുകൾ പറ്റി. തൂക്കണാംകുരുവിക്ക് അതിൽ വിഷമമായി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുറിവൊക്കെ മാറി. പിന്നെയും ആനക്കുട്ടി തൂക്കണാംകുരുവിയെ കണ്ടുമുട്ടി. അവർ അന്ന് വീണ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൂക്കണാംകുരുവി പറഞ്ഞു, പ്രകൃതി നിനക്ക് അനുവാദം തന്നിരിക്കുന്നത് നടക്കാനാണ്, എനിക്ക് പറക്കാനും. അതിലൊരു വ്യത്യാസവുമില്ല. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, അതിലാണ് കാര്യം. ഇതൊരു കൊച്ചു കഥയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വായിക്കണേ. താങ്ക് യു.